ഇന്ത്യ ചരിത്രപരമായൊരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. അദാനി ഗ്രൂപ്പ് ഇന്ത്യയുടെ ആദ്യ 5 മെഗാവാട്ട് ഓഫ് ഗ്രിഡ് ഹൈഡ്രജൻ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. ഇത് 100% സോളാർ എനർജി കൊണ്ട് പ്രവർത്തിക്കുന്നു. കൂടാതെ ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും ഉൾക്കൊള്ളുന്നു. പക്ഷേ ചോദ്യം ഇതാണ്, ഇത് വെറും ചെറിയൊരു പൈലറ്റ് പ്രൊജക്റ്റാണോ? അല്ലെങ്കിൽ ഇന്ത്യയുടെ ട്രില്യൺ ഡോളർ ഗ്രീൻ ഹൈഡ്രജൻ ഭാവിയുടെ തുടക്കമാണോ? അതിനു മുകളിൽ അദാനി, റിലയൻസ് എന്നീ 2 ഭീമൻ കമ്പനികൾ തമ്മിലുള്ള മത്സരം എങ്ങനെയാകും മാറുക? വരൂ ഇതെല്ലാം വിശദമായി നോക്കാം. എല്ലാവർക്കും ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ത്യക്ക് തൻ്റെ പ്രാഥമിക എനർജിയിൽ 40%-ലേറെ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. ഇതിന് രാജ്യത്തിന് വർഷം തോറും $90 ബില്യൺ ചെലവായി പോകുന്നു. അതേസമയം ഇന്ത്യ 2070ഓടെ നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കാനും 2030ഓടെ 500 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി സ്ഥാപിക്കാനും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത്തരം വലിയ ലക്ഷ്യം നേടാൻ സാധാരണ സോളാർ എനർജി മാത്രം മതിയാകില്ല. വ്യവസായങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകാൻ കഴിയുന്ന ഒരു ഫ്യൂവൽ ഓഫ് ദി ഫ്യൂച്ചർ വേണം. അതാണ് ഗ്രീൻ ഹൈഡ്രജൻ. ജലത്തെ സോളാർ എനർജി പോലുള്ള റിന്യൂവബിൾ എനർജി ഉപയോഗിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിച്ചാണ് ഇതുണ്ടാകുന്നത്. കാർബൺ ഫ്രീ, ശുദ്ധവും ഭാവിയുടെ ഇന്ധനവുമാണ് ഇത്. ഗുജറാത്തിൽ അദാനി എന്താണ് കെട്ടിയിരിക്കുന്നത്? അദാനി ന്യൂ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് വഴി നിർമ്മിച്ച ഈ പ്ലാന്റ് 5 മെഗാവാട്ട് ശേഷിയുള്ള ഇന്ത്യയുടെ ആദ്യ ഓഫ് ഗ്രിഡ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ആണ്. എങ്കിൽ ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നു? 100% സോളാർ എനർജി മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അധികം വരുന്ന വൈദ്യുതി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം BESS സംഭരിക്കുന്നു. രാത്രി സമയത്ത് അത് ഉപയോഗിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്മാർട്ട് ഇലക്ട്രോണിക്സ് സിസ്റ്റം. സോളാർ എനർജിയുടെ മാറ്റങ്ങൾക്ക് സ്വയം ക്രമീകരിച്ചെടുക്കുന്ന ഒരു സംവിധാനം. ഇന്ത്യ പോലൊരു സൂര്യപ്രകാശ സമൃദ്ധമായ രാജ്യത്തിന് വലിയൊരു മാതൃകയാണിത്. 5 മെഗാവാട്ട് എന്ന് കേൾക്കുമ്പോൾ ചെറുതായി തോന്നും. പക്ഷേ ഇതാണ് ഒരു ബ്ലൂ പ്രിന്റ്. ഇതിന് പിന്നാലെ വരുന്നത് മുന്ദ്ര ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് എന്ന അദാനിയുടെ ഒരു പ്രൊജക്റ്റാണ്. 10 ജിഗാവാട്ട് സോളാർ എനർജി ഉൽപ്പാദനം, 5 ജിഗാവാട്ട് ഇലക്ട്രോലൈസർ നിർമ്മാണം, വർഷത്തിൽ 2.1 മില്യൺ ടൺ ഹൈഡ്രജൻ ഉൽപ്പാദനം. ഇത് ഇന്ത്യക്ക് മാത്രമല്ല, ആഗോള വിപണിക്കും ഗ്രീൻ അമോണിയ, മെത്തനോൾ, സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂൽ എല്ലാം ഇവിടെ നിന്ന്. അതുകൊണ്ട് ഗുജറാത്തിലെ ഈ ചെറിയ പ്രൊജക്റ്റ് മുന്ദ്ര 1 പദ്ധതിക്കുള്ള ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടാണ്. ഇപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഇതിൻ്റെ ചെലവിനെക്കുറിച്ച് നോക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ 1 കിലോ ഹൈഡ്രജൻ ഉണ്ടാക്കാൻ $5 വരെ വേണം. ലോകത്ത് മത്സരിക്കണമെങ്കിൽ അത് $1 താഴെ എത്തിക്കണം. അതിനായി അദാനിയുടെ തന്ത്രം വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ. സ്വന്തം സോളാർ പാനലുകൾ എല്ലാം ഒരേ സ്ഥലത്ത് നിർമ്മിച്ച് ചെലവ് കുറയ്ക്കുക. പക്ഷേ റിലയൻസ് ഇൻഡസ്ട്രീസ് അതേപടി തന്നെ പോവുകയാണ്. ജാംനഗർ സ്വന്തം ഗ്രീൻ ഹൈഡ്രജൻ കോംപ്ലക്സ് അവർ നിർമ്മിക്കുന്നു. അതിനാൽ ഇത് വെറും ഹൈഡ്രജൻ പ്രൊജക്റ്റ് മാത്രമല്ല, അദാനിയും റിലയൻസും തമ്മിലുള്ള ഒരു മത്സരം കൂടിയാണ്. ലോകത്താകമാനം ഇത്തരത്തിലുള്ള ഓഫ് ഗ്രിഡ് ഹൈഡ്രജൻ പരീക്ഷണങ്ങൾ നടത്തുന്നു. സ്പെയിനിലും ഓസ്ട്രേലിയയിലുമെല്ലാം ഹൈഡ്രജൻ ബ്ലെൻഡിംഗ് പ്രോഗ്രാമുകളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ വ്യത്യാസം ഇതാണ്, അവ പലപ്പോഴും ഗ്രിഡിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അദാനിയുടെ പ്ലാന്റ് പൂർണ്ണമായും ഓഫ് ഗ്രിഡ് ആണ്. ഗുജറാത്തിലെ ഈ മെഗാവാട്ട് പ്ലാന്റ് വെറും സാങ്കേതിക പരീക്ഷണമല്ല, ഇതൊരു സിഗ്നലാണ്. അദാനിയും റിലയൻസും ചെലവ് $1 താഴെയാക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യ സ്വയം പര്യാപ്തവും ലോകത്തുള്ള ഗ്രീൻ ഹൈഡ്രജൻ എക്സ്പോർട്ടറുമായി മാറും. ഇത് വെറും ഒരു കമ്പനിയുടെ കഥയല്ല, ഇന്ത്യയുടെ ഭാവി ശുദ്ധവും സുരക്ഷിതവും ലോകത്തിനു മാതൃകയാകുന്നതുമായ ഒരു ഭാവിയാണിത്. നിങ്ങൾക്ക് അദാനി ഗ്രൂപ്പിൻ്റെ ഈ ഒരു ഓഫ് ഗ്രിഡ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് എന്ന പ്രൊജക്റ്റിനെ കുറിച്ച് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് പറയുക.
മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പിന്തുടരാൻ സാധിക്കും. എല്ലാ ലിങ്കുകളും ചാനൽ ബയോയിലും ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഈസ് ഇൻഫോസ്പേസ് 24/7 സൈനിങ് ഓഫ്.